യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സമിതി യോഗത്തിൽ ഷാഫി പറമ്പിലിന് വിമർശനം. കെപിസിസി പ്രസിഡന്റിന്റെ ഇടപെടൽ പ്രതിരോധിക്കാൻ കഴിയുന്നില്ലെന്ന് വിമർശനമുയർന്നു. ചില യൂത്ത് കോൺഗ്രസ് നേതാക്കൾക്കെതിരെയുള്ള നടപടി ഷാഫി വൈകിപ്പിച്ചു. ഷാഫി ഫുട്ബോൾ കളി കണ്ടു നടക്കുകയാണെന്ന് പ്രവർത്തകരുടെ പരിഹാസം. അടുത്ത സംസ്ഥാന സമ്മേളനത്തിന് താൻ ഒഴിയുമെന്ന് ഷാഫി പറമ്പിൽ യോഗത്തിൽ അറിയിച്ചു. എന്നാൽ ഈ വാർത്തകളെല്ലാം ഷാഫി പറമ്പിൽ നിഷേധിക്കുകയും ചെയ്തു. എനിക്കെതിരെ വ്യക്തിപരമായിട്ടുള്ള വിമർശനങ്ങൾ എന്നുള്ളതല്ല. കമ്മിറ്റിയിൽ സ്വാഭാവികമായിട്ടും ചർച്ചകളുണ്ടാവും. അതിന് നിങ്ങൾ ഈ പറഞ്ഞ പോലെ സുധാകരപക്ഷം, എ ഗ്രൂപ്പ് പക്ഷം, കെ സി പക്ഷം, ആർ സി പക്ഷം എന്ന് പറഞ്ഞിട്ടുള്ള വിമർശനങ്ങൾ ഈ കമ്മിറ്റിയിൽ പ്രത്യേകിച്ചും ഇന്നത്തെ കമ്മിറ്റി ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള തീരുമാനങ്ങൾ എടുത്ത കമ്മിറ്റിയാണ്. അതുണ്ടാവും. അപ്പം നിങ്ങളുടെ സോഴ്സ് ഒന്നും കൂടെ പരിശോധിക്കണം. KPCC പ്രസിഡന്റ് ഡാനി പോൾ വിവരങ്ങളുമായി ചേരുന്നു. ഡാനി, ഷാഫി വാർത്തകൾ നിഷേധിക്കുമ്പോൾ ലഭ്യമാകുന്ന വിവരങ്ങൾ എന്താണ്? ഏത് രീതിയിലുള്ള വിമർശനങ്ങൾ ഷാഫി പറമ്പിലിനെതിരെ ഉയർന്നിരിക്കുന്നു എന്നുള്ളതാണ് വന്നിരിക്കുന്നത്, പ്രധാനമായും KPCC പ്രസിഡന്റുമായി ബന്ധപ്പെട്ട്? അപർണ, ഇതിൽ പ്രധാനമായും തന്നെ KPCC പ്രസിഡന്റ് യൂത്ത് കോൺഗ്രസിന്റെ കാര്യങ്ങളിൽ, ദൈനംദിന കാര്യങ്ങളിൽ പോലും ഇടപെടുന്ന ഒരു സ്ഥിതിയുണ്ട്. അത്തരം ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു എന്നാണ് പല പ്രവർത്തകരും തന്നെ സമിതിയിൽ അഭിപ്രായപ്പെട്ടത്. ഇത് നിയന്ത്രിക്കാനോ ഇതിൽ കാര്യമായ ഒരു ഇടപെടൽ നടത്താനോ പ്രസിഡന്റ് എന്ന രീതിയിൽ അല്ലെങ്കിൽ സംഘടനയുടെ നേതൃത്വത്തിന് പലപ്പോഴും കഴിയാതെ പോകുന്നുണ്ട് എന്ന രൂക്ഷ വിമർശനം ഉയർന്നു. അതിന് ഉദാഹരിച്ചത് പ്രധാനമായും തന്നെയും കോട്ടയത്ത് ശശി തരൂരിനെ ക്ഷണിച്ചതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഇതിൽ DCC പ്രസിഡന്റിന്റെ ഭാഗത്തു നിന്നുൾപ്പെടെയുള്ള അഭിപ്രായ പ്രകടനങ്ങൾ ഉണ്ടായിരുന്നു. അത് യൂത്ത് കോൺഗ്രസിനെ പലപ്പോഴും പ്രതിരോധത്തിലാഴ്ത്തുന്ന രീതിയിലേക്ക് വിമർശനങ്ങൾ ഉയർന്നിരുന്നു. മറുപടി പറയാനായിട്ട് ഒരിക്കലും ഷാഫി പറമ്പിലോ മറ്റുള്ളവരോ തയ്യാറായിരുന്നില്ല. ഷാഫി പറമ്പിൽ പന്ത് കളി കണ്ട് നടക്കുകയായിരുന്നു അടക്കമുള്ളൊരു വിമർശനങ്ങളായിരുന്നു നേരത്തെ സംസ്ഥാന സമിതി യോഗത്തിൽ ഉയർന്നത്. ഒരു ഘട്ടത്തിൽ ഷാഫി പറമ്പിൽ ഈ വിമർശനങ്ങൾ ഉയരുമ്പോൾ തന്നെ ഈ രീതിയിൽ മുന്നോട്ട് പോകാനാകില്ല എന്നതടക്കം ഷാഫി പറമ്പിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം സ്വാഭാവികമായും തന്നെ അതിനുശേഷം പിന്നീട് മാധ്യമപ്രവർത്തകരെ കണ്ടപ്പോൾ ഇതെല്ലാം തന്നെ നിരാകരിക്കുന്നു. ക്രിയാത്മകമായ ചർച്ചകൾ മാത്രമാണ് ഉണ്ടായതെന്ന് അദ്ദേഹം വിശദീകരിക്കുകയും ചെയ്യുന്നു. ഒപ്പം തന്നെയും ഈ മാർച്ച് മിക്കവാറും ഇതിൽ സംസ്ഥാന സമ്മേളനം അടക്കം നടക്കാൻ പോകുന്നത് തന്റെ ടൈം പൂർത്തിയാവുകയാണ്. ഇനി താൻ യൂത്ത് കോൺഗ്രസിൽ ഉണ്ടാകില്ല. അതോടൊപ്പം തന്നെയും മറ്റ് തികച്ചും കൃത്യമായിട്ട് തന്നെ സംഘടനാ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. അത് മുന്നോട്ട് പോകുമെന്നതടക്കമുള്ള കാര്യങ്ങളാണ് അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ വിശദീകരിച്ചത്. പക്ഷേ സംസ്ഥാന സമിതിയിൽ അദ്ദേഹത്തിനെതിരെ വിമർശനം ഉണ്ടായി എന്നത് തന്നെയാണ് ഏറ്റവും ശ്രദ്ധേയം. പല അംഗങ്ങളും തന്നെയും നേരിട്ട് അദ്ദേഹത്തെ വിമർശിച്ചു. ചില പ്രവർത്തകർക്കെതിരെ നടപടികൾ ഉണ്ടായിരുന്നു. നടപടികൾ എടുക്കാൻ തന്നെയും കേന്ദ്ര നേതൃത്വം നിർദ്ദേശിക്കപ്പെട്ടപ്പോൾ പോലും തന്റെ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ തന്റെ ഒരു സൗഹൃദ വലയത്തിൽപ്പെട്ടവരെ ഷാഫി സംരക്ഷിക്കുന്ന ഒരു നിലപാടാണ് ഉണ്ടായതെന്ന് അടക്കമുള്ള വിമർശനങ്ങൾ ഇതിൽ പലരും തന്നെയും ചൂണ്ടിക്കാണിക്കുകയും ഉണ്ടായി. ഡാനി പോൾ വിവരങ്ങൾ നൽകിയത്.